Okay, this is our microeconomics in the 5th chapter, that is market equilibrium. The last chapter is microeconomics. That is 15 minutes. We will important questions in the application level question in the okay, what is meant by market equilibrium? One market equilibrium when demand equals supply. Okay, that is demand quantity demanded quantity supply equal we call it as market equilibrium. That is equal equilibrium price. See this? This is a table. Price demand supply. This is a price demand value supply value equal. That is this area market equilibrium. This graph demand and supply curve. Okay, this is 0, 30. Here we mark the price. Here quantity, supply and demand. Here we have value. That is price 30 quantity, demand and supply is equal to equal, that is 50. Suppose equilibrium price is കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇത്രയും ഭാഗത്ത് excess supply വരും കണ്ടോ supply curve ആണ് മോളിൽ ഇങ്ങനെ ഏറ്റവും ഇങ്ങോട്ട് കിടക്കുന്നത് അപ്പോൾ ഈ ഭാഗം വരെ excess supply ക്രിയേറ്റ് ചെയ്യപ്പെടും ഇനിയിപ്പോ താഴേക്ക് പോയി എന്ന് വിചാരിക്കുക നമ്മുടെ equilibrium price അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഡിമാൻഡ് ആണ് ഇവിടെ കൂടുതലായിട്ട് കാണുക this is known as what excess demand okay ഇതാണ് നമ്മുടെ market equilibrium എന്ന് പറയുന്നത് graphically explain market equilibrium എന്ന് പറഞ്ഞാൽ നിങ്ങൾ just എന്താണ് market equilibrium എന്ന് എഴുതുക ഒരു just ഒരു imaginary table ഉണ്ടാക്കുക table നിങ്ങൾക്ക് ഇഷ്ടമുള്ള values എഴുതാം കേട്ടോ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ പ്രൈസ് കൂട്ടി കൊണ്ടുവന്നാ പ്രൈസ് ഞാൻ ഇവിടെ കൂട്ടി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഡിമാൻഡ് ഇവിടെ കുറച്ച് കൊണ്ടുവരണം സപ്ലൈ എന്ത് ചെയ്യണം കൂട്ടി കൊണ്ടുവരണം നമ്മുടെ ആ റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ കാണണം എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഡിമാൻഡും സപ്ലൈ എന്താക്കുക ഈക്വൽ ആക്കി കളയാം കേട്ടോ അങ്ങനെ വരുന്ന ഇങ്ങനെ ഈ ഒരു സാധനം നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഡയഗ്രം കിട്ടുള്ളൂ എന്നിട്ട് ഈ പോയിന്റ്സുകളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ ഒക്കെ എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക ദിസ് ഇസ് നോൺ ആസ് മാർക്കറ്റ് ഈക്വിലിബ്രിയം now comes ഇതൊരു എക്സാമ്പിൾ തന്നതാണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം ഇനി നമുക്ക് ഒരു പ്രോബ്ലം ആണ് എങ്ങനെ നമുക്ക് മാർക്കറ്റ് ഈക്വിലിബ്രിയം പ്രൈസും അതേപോലെ ഡിമാൻഡും സപ്ലൈയും കണ്ടുപിടിക്കും ഇത് പലപ്പോഴായിട്ട് 3 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ക്വാണ്ടിറ്റി ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ ദിസ് ഇസ് സപ്ലൈ ഫംഗ്ഷനും തരും എന്നിട്ട് ഫൈൻഡ് ഈക്വിലിബ്രിയം പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫൈൻഡ് ഈക്വിലിബ്രിയം പ്രൈസ് എന്നാ അപ്പോൾ നമുക്കറിയാം ഈക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേജ് എന്താ ഇറ്റ് ഈസ് QD ഈക്വൽസ് QS ആണ് അല്ലെങ്കിൽ QS ഇസ് ഈക്വൽ ടു QD എങ്ങനെ ആയാലും പ്രശ്നമില്ല ഇനി QD യുടെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 40 - 4p is equal to എപ്പോഴും ഇത് കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ഭാഗം ഇവിടെയാണ് ഇത് ഈക്വൽ ടുവിന് പകരം എല്ലാവരും കൂടെ അത് പ്ലസ് ആക്കും എന്നിട്ട് മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്തൊക്കെയോ കാണിച്ചു വയ്ക്കും അങ്ങനെ ചെയ്യരുത് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് ഈക്വിലിബ്രിയം ഈക്വൽ അതങ്ങോട്ട് ആലോചിച്ചാൽ മതി ഇനി നമ്മൾ QSന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ദാറ്റ് ഈസ് 10 + 2p അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ ആദ്യം തന്നെ ഈക്വൽ ടു ഇട്ട് വെക്കുന്നത് ഇനി മറന്നു കൊണ്ടാ കേട്ടോ ഇനി സംഖ്യകളൊക്കെ ഒരു സ്ഥലത്തും ഈ പീകളെയൊക്കെ ഞാൻ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോവുക അങ്ങനെയാവുന്ന സമയത്ത് 40 ഞാൻ ഇവിടെ വെച്ചു ഈ 10 ഞാൻ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -10 ആയി കേട്ടോ ഇനി 2p ഞാൻ അവിടെ വെച്ചു ഈ p പ്ലസ് സൈൻ തന്നെയാണ് അതിനെ മാറ്റമൊന്നുമില്ല പക്ഷെ ഞാൻ ഈ -4p ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും +4p സോ 30 is equal to 6p so p is equal to 30 divided by 6 is equal to how much 5 അപ്പോൾ എൻ്റെ ഈക്വിലിബ്രിയം പ്രൈസിന്റെ വാല്യൂ കിട്ടി എത്രയാണെന്ന് 5 ആണ് കിട്ടി കണ്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് കാണണം ഈ ഭാഗം നമ്മൾ സോൾവ് ചെയ്തു ഇനി നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈയും കാണണം അതിന് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യുക പിയുടെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കട്ടെ നോക്കിക്കോളൂ ഇവിടെ മുകളിൽ കയറി ചെയ്യാം കേട്ടോ QD is equal to 40 - 4 × 5 എത്രയാ 40 - 4 × 5 20 അപ്പോൾ 40 - 20 എത്രയാണ്
20. അപ്പൊ QD വാല്യൂ കിട്ടി എത്രയാണ് 20. അങ്ങനെയാണെങ്കിൽ നമ്മുടെ QSന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയിരിക്കണം 20 കിട്ടണം അല്ലെങ്കിൽ ഉത്തരം തെറ്റാ കേട്ടാ നമുക്ക് നോക്കാം ട്രൈ ചെയ്യാം QS is equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ 10 plus 2 into 5 കിട്ടി 20. അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ആ എക്സാം ഹാളിൽ തന്നെ പറഞ്ഞിട്ട് വരാം ഈ ഉത്തരം എൻ്റെ ശരിയാണ് മക്കളെ. ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് 5 ആണ്. ആ ഈക്വിലിബ്രിയം പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റിയും സപ്ലൈ എന്താവണം ഈക്വൽ ആവണ്ടേ അല്ലെങ്കിൽ തെറ്റല്ലേ? ഇത് ഈക്വൽ ആണ്. അപ്പൊ സുഖമായിട്ട് നമുക്ക് 3 മാർക്ക് കിട്ടും കേട്ടോ. ഇത് ഷുവർ ആണ് നമ്മുടെ മാർക്കറ്റ് ഈക്വിലിബ്രിയത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Now comes effect of change in demand and supply on equilibrium price. ഇവിടെ ഒരു ഡയഗ്രത്തിന്റെ 5-8 കളിയാണ് കേട്ടോ. ഇവിടെ ഒന്നുമല്ല, ഇവിടെ ചോദിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് ഡിമാൻഡ് ഇൻക്രീസസ് സപ്ലൈ ഡിക്രീസസ് ഹൗ ഇറ്റ് വിൽ എഫക്ട് ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ തന്ന ഡിമാൻഡ് ഇൻക്രീസസ് സപ്ലൈ ഡിക്രീസസ് അത് ആ കർവ് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ സംഭവം കിട്ടും. ഞാൻ എന്താ നോക്കിയേ, ആദ്യം നമ്മൾ ഡിമാൻഡ് കൂടുന്ന ഒരു കേസ് പഠിക്കും, പിന്നെ സപ്ലൈ കൂടുന്ന പഠിക്കും, ഡിമാൻഡ് കുറയുന്ന ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പം 4 എണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്. ഡിമാൻഡ് കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, സപ്ലൈ കൂടുന്നു, സപ്ലൈ കുറയുന്നു. നമുക്ക് നോക്കാം ഈ എഴുതി വെച്ചിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ആദ്യം ഞാൻ ദിസ് ഇസ് മൈ സപ്ലൈ കർവ് ആൻഡ് ദിസ് ഇസ് മൈ ഡിമാൻഡ് കർവ്. ഓക്കെ, ഇനി ഞാൻ ഈക്വിലിബ്രിയം മാർക്ക് ചെയ്യാണ്. ദിസ് ഇസ് O P and Q. ഞാൻ ഈക്വിലിബ്രിയം മാർക്ക് ചെയ്തു. ഇനി ആ മുകളിലേക്ക് എഴുതി വെച്ചു ഡിമാൻഡ് കൂടി. ഡിമാൻഡ് കൂടുക എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം വേണ്ടേ? സോ ദിസ് ഇസ് D dash. ഇതാണ് എൻ്റെ പുതിയ ഈക്വിലിബ്രിയം. അപ്പോൾ എന്താ സംഭവിച്ചത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി, ഈക്വിലിബ്രിയം പ്രൈസും എന്ത് ചെയ്തു? കൂടി. അതായത് പ്രൈസും കൂടി, ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? കൂടി. കണ്ടോ? ആ ഡയഗ്രാം വരച്ച് നോക്കിയാലേ ഇത് കിട്ടുള്ളൂ. അടുത്ത നോക്കിയേ, അടുത്ത സംഭവം സപ്ലൈ കൂടിയെന്നാ. അപ്പോഴും ഞാൻ സപ്ലൈ കർവ് നമ്മൾ ആദ്യം തന്നെ ഈ ഈക്വിലിബ്രിയം വരയ്ക്കണം കേട്ടോ, എന്നിട്ടേ ബാക്കി പണികളിലേക്ക് നമ്മൾ കയറാൻ പാടുള്ളൂ. ഓക്കെ, O P and Q. ഇനി ഞാൻ എന്ത് ചെയ്യാം? സപ്ലൈ കൂട്ടി. സപ്ലൈ കൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കൂട്ടണ്ടേ? ഓക്കെ, സപ്ലൈ കൂടി എന്ന് പറയുമ്പോൾ സപ്ലൈ കർവ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ്. ഇതാണ് എൻ്റെ പുതിയ സപ്ലൈ കർവ്. അപ്പോൾ പുതിയ സപ്ലൈ കർവും പഴയ ഡിമാൻഡ് കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയല്ലേ? നോക്കിയേ, അവിടെ പ്രൈസ് കുറഞ്ഞു അല്ലേ? പ്രൈസ് കുറഞ്ഞു. വാട്ട് ഹാപ്പൻസ് ടു ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് സപ്ലൈ? അതെന്ത് ചെയ്തു? ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ത് ചെയ്തു? കൂടി. ഇനി അതേപോലെ അടുത്ത ഡയഗ്രാം വരച്ച് നോക്കിയേ, ഡിമാൻഡ്. ഓക്കെ, this is my supply curve and this is my demand curve. ഓക്കെ, ഇതാണ് ഈക്വിലിബ്രിയം O P and Q. ഇനി നോക്കുക, ഡിമാൻഡ് കുറഞ്ഞു. ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഡിമാൻഡ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ഷിഫ്റ്റിംഗ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഡിമാൻഡ് കുറഞ്ഞു. ഓക്കെ, ഡിമാൻഡ് കുറഞ്ഞു. ഇപ്പം ഇതാണ് എൻ്റെ പുതിയ ഈക്വിലിബ്രിയം അല്ലേ? അപ്പം ഞാൻ എൻ്റെ ഈക്വിലിബ്രിയം പ്രൈസിന് എന്ത് സംഭവിച്ചു? കുറഞ്ഞു. ഈക്വിലിബ്രിയം പ്രൈസ് കുറഞ്ഞില്ലേ? താഴേക്ക് പോന്നു. വാട്ട് ഹാപ്പൻസ് ടു മൈ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. ഇങ്ങോട്ട് പോകുന്നില്ലേ? കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ എന്ത്? സപ്ലൈ കുറഞ്ഞത്. അതും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്താൽ മതി മക്കളെ, ഒരു പ്രശ്നവും. ഇതിങ്ങനെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ തന്നെ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, നൗ സീ ദിസ്. നമ്മുടെ സപ്ലൈ കുറഞ്ഞു. സപ്ലൈ കുറഞ്ഞു എന്ന് പറയുമ്പോൾ സപ്ലൈ കർവ് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. ദേ കിടക്കുന്നു. സോ ദിസ് ഇസ് മൈ ന്യൂ സപ്ലൈ കർവ്. അപ്പോൾ ഇതല്ലേ എൻ്റെ പുതിയ ഈക്വിലിബ്രിയം. അപ്പം ഞാൻ എന്താ സംഭവിച്ചത്? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇവിടെയായി. അപ്പോൾ ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. ഈക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് എന്ത് ചെയ്തു? കൂടി. കേട്ടോ, കണ്ടോ? അപ്പോൾ 4 ഡയഗ്രാം കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, സൈമൾട്ടേനിയസ് ആട്ടോ. സൈമൾട്ടേനിയസ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. സംഭവം വളരെ സിമ്പിളാണ്. ഇതാണ് എൻ്റെ ഡിമാൻഡ് കർവ്. ദിസ് ഇസ് മൈ സപ്ലൈ കർവ്. ഓക്കെ, ഇത് ഈക്വിലിബ്രിയം O P and Q. മക്കളെ, ഡിമാൻഡും കൂടി സപ്ലൈയും കൂടി. നമ്മൾ നേരത്തെയൊക്കെ ഒരു കർവേ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേടോ? ഇവിടെയൊക്കെ ഓരോ കേർവ്സാണ് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ സൈമൾട്ടേനിയസ് 2 കേർവ്സ് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക. ഏതൊക്കെയാണ് നമ്മളിവിടെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഡിമാൻഡ് കൂടി. അപ്പോൾ ഡിമാൻഡ് കർവിനെ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഡിമാൻഡ് കർവ് കൂടി. ദിസ് ഇസ് മൈ D dash and D dash. പുതിയ ഡിമാൻഡ് കർവ്. അതുപോലെ എൻ്റെ സപ്ലൈ കർവ് എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഷിഫ്റ്റ് ചെയ്യിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ എടുത്ത് അതേ ഡിസ്റ്റൻസ് തന്നെ ഇവിടെ കൂടുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ സപ്ലൈ കർവ് ഞാൻ കൂട്ടുകയാണ് കേട്ടോ. സപ്ലൈ ഓൾസോ ഇൻക്രീസ്ഡ്. ഓക്കെ, കൂട്ടി. ഓക്കെ, ദിസ് ഇസ് മൈ ന്യൂ സപ്ലൈ കർവ്. ഇപ്പോൾ രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാ. പുതിയ ഡിമാൻഡ് കർവും പുതിയ സപ്ലൈ കർവും കൂടെ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് അതാണ്. അവിടെ എന്ത് സംഭവിച്ചു? മൈ ക്വാണ്ടിറ്റി ഇൻക്രീസ്ഡ്. കണ്ടോ? എന്ത് സംഭവിച്ചു? എൻ്റെ പ്രൈസ് എന്താണ്? പ്രൈസ് സെയിം.
അല്ലേ? പ്രൈസിന് വ്യത്യാസമില്ല, പഴയ വില തന്നെയാണ്. ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് ഞാൻ ഇതേമാതിരി വരയ്ക്കുകയാണ്. ദിസ് ഇസ് മൈ ഡിമാൻഡ് കർവ് ആൻഡ് ദിസ് ഇസ് മൈ സപ്ലൈ കർവ്. ഇനി ഞാനിവിടെ O P and Q. ഇനി മക്കളെ നോക്കിയേ, ഡിമാൻഡ് കുറഞ്ഞു. അപ്പൊ ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കണ്ടേ? ഓക്കെ, മൈ ഡിമാൻഡ് ഡിക്രീസ് D dash മൈ ഡിമാൻഡ് ഡിക്രീസ്. എന്റെ സപ്ലൈ കൂടി എന്ന് പറയുമ്പോൾ സപ്ലൈ കർവ് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പക്ഷെ എടുക്കുന്ന ഡിസ്റ്റൻസ് സെയിം ആവണേ, അല്ലെങ്കിൽ കംപ്ലീറ്റ് തെറ്റുവേ. ഓക്കെ, ദിസ് ഇസ് മൈ സപ്ലൈ കർവ്. ഇതാണ് ഇപ്പൊ പുതിയ ഇന്റർസെക്ഷൻ. അവിടെ എന്താ സംഭവിച്ചത്? പ്രൈസ് ഡിക്രീസ്ഡ്. കണ്ടാ, പ്രൈസ് കുറഞ്ഞു. വാട്ട് ഹാപ്പൻസ് ടു ക്വാണ്ടിറ്റി ഡിമാൻഡഡ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അല്ല, ഓക്കെ, അപ്പൊ അത്രയും കഴിഞ്ഞു. ഇനി അടുത്തൊന്നുമില്ല, മാറ്റി കളിക്കുന്നു, ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ. അയ്യോ, സോറി. ഓക്കെ, ഇതെന്താ ഇത് കണ്ട? നോക്കിക്കോളൂ. This is my demand curve and this is my supply curve. This is equilibrium O P Q. ഇനി ഞാൻ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഡിമാൻഡ് കൂടി, അപ്പൊ ഡിമാൻഡ് കർവ് ഞാൻ ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. ദിസ് ഇസ് D dash. സപ്ലൈ ഞാൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ ഞാൻ സപ്ലൈ എങ്ങനെയാണ് കുറയ്ക്കുന്നത്? സപ്ലൈ കുറയാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പക്ഷെ ഇതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വരണേ, അല്ലെങ്കിൽ കംപ്ലീറ്റ് മിസ് പറഞ്ഞ മാതിരി തെറ്റിപ്പോവേ. ഓക്കെ, സപ്ലൈ കൂടി. രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയല്ലേ? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണ്? സെയിം ആണ്. വാട്ട് ഹാപ്പൻസ് ടു ഈക്വിലിബ്രിയം പ്രൈസ്? ഈക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്തു? കൂടി. കേട്ടോ? ഇനി അടുത്തത് അതേപോലെ മക്കളെ ഇവിടെയും നമ്മൾ ചെയ്യുക. ദിസ് ഇസ് മൈ ഡിമാൻഡ് കർവ്, ദിസ് ഇസ് മൈ സപ്ലൈ കർവ്. ഇത് കുറച്ച് ആർഭാടായിക്കോട്ടെ കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. OPQ. ഓക്കെ, ഇനി ഞാൻ നോക്കുക. ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയി. കുറച്ചോളൂ. ഡിമാൻഡ് കുറഞ്ഞു. D dash. സപ്ലൈ കൂടി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? യെസ്, സപ്ലൈ കൂടി. ഓക്കെ, കൂടട്ടെ. സപ്ലൈ കൂടി. യെസ്, സപ്ലൈ കൂടി. S dash. രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്തു. വാട്ട് ഹാപ്പൻസ്? ഈക്വിലിബ്രിയം പ്രൈസ് എന്താണ്? ഈക്വിലിബ്രിയം പ്രൈസ് ഡിക്രീസ്ഡ്. കുറഞ്ഞില്ലേ? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണ്? സെയിം. യെസ്. അപ്പൊ ഇത് നോക്കിയേ, വ്യത്യാസം നോക്കിയേ, കണ്ടോ? അപ്പൊ നമ്മുടെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, ഒരു സംശയമില്ല. ചിലപ്പോൾ ഒരൊറ്റ ഡയഗ്രാം, ഒരൊറ്റ കേർവ് മാത്രമേ ഷിഫ്റ്റ് ചെയ്യാണ്ടാവുള്ളൂ. ചിലപ്പോൾ അവർ 2 എണ്ണം ഷിഫ്റ്റ് ചെയ്യിക്കാൻ പറയും. ഡിമാൻഡ് കൂടി, സപ്ലൈ കൂടി, ഡിമാൻഡ് കുറഞ്ഞു, സപ്ലൈ കുറഞ്ഞു. അങ്ങനെ എന്താണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആ കേർവ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെ ഈക്വിലിബ്രിയം പ്രൈസിനെയും ക്വാണ്ടിറ്റി എഫക്റ്റ് ചെയ്തു എന്നുള്ളത് കിട്ടും. ഇതൊന്നും ബൈ ഹാർട്ട് പഠിച്ചു പോകാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഡയഗ്രാമാണ് കേട്ടോ. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് ടോപ്പിക്, വൈ ദ ഫേം ഏൺ നോർമൽ പ്രോഫിറ്റ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേമിന് നോർമൽ പ്രോഫിറ്റേ കിട്ടുള്ളൂ. അതിന്റെ കാരണം എന്താണെന്നറിയോ? ന്യൂ ഫേംസ് വിൽ ബി അട്രാക്റ്റഡ്, അല്ലേ? ബിക്കോസ് ദർ ഇസ് എ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഇപ്പോൾ ഒരു ലാഭം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റു ഫേംസും ഇതിൽ അട്രാക്റ്റഡ് ആവും. അവരും സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ടോട്ടൽ സപ്ലൈ കൂടും. അപ്പോൾ സാധനത്തിന്റെ വില എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ടാണ് നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി ഒരു ഇതിൽ പ്രൈസ് ഇസ് ഈക്വൽ ടു MC ആയിരിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അതായത് പ്രൈസ് എന്ന് പറയുന്നത് മിനിമം AC-ക്ക് തുല്യമായിരിക്കും. അതേപോലെ നമ്പർ ഓഫ് ഫേംസ് ഇൻ ദ മാർക്കറ്റ്, ഒരു ഈക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ഫേംസ് എന്ന് പറയുന്നത് Q0 ഡിവൈഡഡ് ബൈ Q0F ആണ്. NO എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേംസ് ആണ്. Q0 എന്ന മാർക്കറ്റ് സപ്ലൈ ഡിവൈഡഡ് ബൈ സപ്ലൈ ഓഫ് എ ഫേം ആണ്. ഇതൊന്നും പഠിക്കണമെന്നില്ല. ഓക്കെ, മാർക്കറ്റ് ഈക്വിലിബ്രിയം ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് പ്രൈസ് സീലിംഗ് ആണ്, രണ്ടാമത്തത് പ്രൈസ് ഫ്ലോർ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. എക്സ്പ്ലെയിൻ ഡയഗ്രമാറ്റിക്കലി പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ ആൻഡ് റൈറ്റ് ദെയർ ഇമ്പാക്ട്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ഇപ്പം എന്താണ് പ്രൈസ് സീലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഇമ്പോസ് അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് എ ഗുഡ്. ഇപ്പം സാധാരണ മാർക്കറ്റിൽ അരിയുടെ വില 100 രൂപയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാണ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, 100 രൂപയാണ്. അപ്പോൾ ഈ പാവങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോൾ ഗവൺമെന്റ് പറയും ഡോണ്ട് വറി, ഞങ്ങളത് 50 രൂപയ്ക്ക്, ഇവിടെയാണ് 50 രൂപ ഫിക്സ് ചെയ്യും. 50 രൂപയ്ക്ക് ഗവൺമെന്റ് പറയും ഞങ്ങൾ നിങ്ങൾക്ക് റേഷൻ കടകൾ വഴിയോ നീതിന്യായ സ്റ്റോറുകൾ വഴിയോ ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നോക്ക്, ബിലോ ഈക്വിലിബ്രിയം പ്രൈസിന് താഴെയാണ് ഇത് ഫിക്സ് ചെയ്യുക.
എടാ ഇത് ആരെ അപ്പൊ നോക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും ഇവിടെ ഡിമാൻഡ് കർവ് അല്ലേ ഈ ഭാഗത്ത് എന്ത് വരും എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്ന സംഭവം വരും പക്ഷേ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ആണ് അവിടെ ശ്രദ്ധിക്കണം അപ്പർ ലിമിറ്റ് ആണ് അതായത് പ്രൈസ് സീലിംഗ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി സീലിംഗ് എന്ന് പറഞ്ഞാൽ സീലിംഗ് ഫാൻ കേട്ടോ അപ്പർ ലിമിറ്റ് ആണ് പക്ഷേ ഇത് ഫിക്സ് ചെയ്യുന്നത് അവിടെ വെച്ചാണ് ബിലോ ഈക്വിലിബ്രിയം പോയിന്റ് ആണ് കേട്ടോ ബിലോ ഈക്വിലിബ്രിയം പോയിന്റ് ആണ് ദിസ് ഇസ് മെയിൻലി ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സ് പാവം കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് പ്രോഡക്ട്സ് ലൈക്ക് റൈസ് ഷുഗർ കെറസിൻ വീറ്റ് എക്സെട്ര അതായത് നമ്മുടെ സാധാരണ ഫുഡ് പ്രോഡക്ട്സിലെ അതിന് മുകളിലാണ് നമ്മൾ ഈ പ്രൈസ് സീലിംഗ് ഇമ്പോസ് ചെയ്യുക പിന്നെ അതേപോലെ ഇറ്റ് ലീഡ്സ് ടു എക്സസ് ഡിമാൻഡ് അത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എഫക്ട് ഓഫ് ദിസ് പ്രൈസ് സീലിംഗ് ഈസ് ഇറ്റ് ലീഡ്സ് ടു വാട്ട് എക്സസ് ഡിമാൻഡ് ഇപ്പോൾ റേഷൻ കടകളിലൊക്കെ സാധനത്തിന് വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ അരിയുടെ വില കൂടുതലാണ് അപ്പോൾ എന്ത് കാണാം യു ക്യാൻ സി എ ലോങ് ക്യൂ ഇൻ ദ റേഷൻ ഷോപ്പ് കണ്ടോ റേഷൻ ഷോപ്പിൽ ലോങ് ക്യൂ കാണാം കാരണം മാർക്കറ്റിൽ 100 രൂപ വിലയില്ലേ അപ്പോൾ ലോങ് ക്യൂസ് ഇൻ ദ റേഷൻ ഷോപ്പ് കാണാം ഓക്കെ Now comes black marketing. Goods are sold in the open market at a price higher than the government fixed by the price. അതായത് എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം വന്നു ഇപ്പോൾ ഗവൺമെന്റ് 50 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 60 രൂപയ്ക്ക് 70 രൂപയ്ക്ക് തരാമെന്ന് പറയും കാരണം ഡിമാൻഡ് കൂടുതലല്ലേ അപ്പോൾ ആ വിലയ്ക്കും ആൾക്കാർ എന്ത് ചെയ്യും സാധനം വാങ്ങിക്കും അങ്ങനെ മാർക്കറ്റ് ബ്ലാക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും കേട്ടോ ഇനി അടുത്തതാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത് പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ തറവില കേട്ടോ ഇതെന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഗവൺമെന്റ് ഇമ്പോസ് ലോവർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ആണ് ലോവർ ലിമിറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് റബ്ബർ കർഷകർ ഇവർ സാധനങ്ങൾ മാർക്കറ്റിലേക്ക് റബ്ബർ ഷീറ്റ് എത്തിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അയ്യോ ഇതിന് വിലയില്ലാന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഇപ്പം 50 രൂപയായി പോയി അപ്പോൾ ഇവർക്ക് ഭയങ്കര നഷ്ടമാണ് ഫാമേഴ്സിന് അപ്പോൾ ഗവൺമെന്റ് പറയും പേടിക്കേണ്ട ഞങ്ങളത് 100 രൂപയ്ക്ക് എടുത്തോളാം എന്ന് പറയും അപ്പോൾ ഗവൺമെന്റ് ഈക്വിലിബ്രിയം പ്രൈസിന്റെ മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും ഒരു വില അങ്ങോട്ട് ഇടും 50-നേക്കാളും കൂടുതൽ 100 തന്നെ ആവണമെന്നില്ല 50-നേക്കാളും കൂടുതൽ വിലയ്ക്ക് എടുത്തോളാം എന്ന് ഗവൺമെന്റ് പറയും അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നറിയോ ഹിയർ ദേ വിൽ ക്രിയേറ്റ് എക്സസ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യപ്പെടും കണ്ടോ സപ്ലൈ കർവ് ആണ് ഇവിടെ വരെ കിടക്കുന്നത് സപ്ലൈ ക്രിയേറ്റ് ചെയ്യപ്പെടും പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ലോവർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ദ ഗുഡ് ആണെങ്കിലും ഇത് എബവ് ഈക്വിലിബ്രിയം പ്രൈസാണ് മറ്റത് ബിലോ ആണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് മറ്റത് ബിലോ ആണെങ്കിൽ ഇത് എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത് എബവ് മാർക്കറ്റ് ഈക്വിലിബ്രിയം പ്രൈസ് ആയിരിക്കും ആൻഡ് ദിസ് ഇസ് മെയിൻലി കണ്ടോ ദിസ് ഇസ് മെയിൻലി ടു പ്രൊട്ടക്ട് ഹൂം ഇറ്റ് ഇസ് മെയിൻലി പ്രൊട്ടക്ട് ദ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് കേട്ടോ ദിസ് ഇസ് ലൈക്ക് കോക്കനട്ട് പെപ്പർ റബ്ബർ ഇങ്ങനത്തെയുള്ള സാധനങ്ങൾക്കാണ് ഇവർ ചെയ്യുന്നത് Now it is mainly to protect the producers and it leads to excess supply. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പാക്ട് ഓഫ് പ്രൈസ് ഫ്ലോർ യെസ് ഇമ്പാക്ട് ഓഫ് പ്രൈസ് ഫ്ലോർ അതായത് ഗവൺമെന്റ് ഇപ്പം കൂടിയ വിലയ്ക്ക് റബ്ബർ എടുത്തിരിക്കുക കർഷകരുടെ ഇടയിൽ നിന്ന് ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യും ഇതെല്ലാം കൂടെ ശേഖരിച്ച് വെക്കും എന്നിട്ട് എന്ത് ചെയ്യും ഇതിനെ അങ്ങനെ ശേഖരിച്ച് വെക്കുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബഫർ സ്റ്റോക്ക് ക്രിയേഷൻ എന്നിട്ട് ഇത് ഇല്ലാത്ത സ്ഥലത്ത് റബ്ബർ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇത് എടുത്ത് അങ്ങോട്ട് സപ്ലൈ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ബഫർ സ്റ്റോക്ക് ആണ് ഇറ്റ് മേ ക്രിയേറ്റ് എക്സസ് സപ്ലൈ ആണ് കേട്ടോ the government may create what ബഫർ സ്റ്റോക്ക് ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അപ്പർ ലിമിറ്റ് ആണ് പ്രൈസ് സീലിംഗ് അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് ലോവർ ലിമിറ്റ് ഇങ്ങനെ എഴുതിയാൽ മതി ഡിഫറൻസ് ചോദിക്കും ഇങ്ങനെ എഴുതിയാൽ മതി ഇത് ഫിക്സ് ചെയ്യുന്നത് ബിലോ ഈക്വിലിബ്രിയം പ്രൈസ് ആണെങ്കിൽ ഇവിടെ എന്താണ് എബവ് ഈക്വിലിബ്രിയം പ്രൈസ് ഇത് പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ ഇത് പ്രൊട്ടക്ട് ദ പ്രൊഡ്യൂസേഴ്സ് ഇത് എക്സസ് ഡിമാൻഡ് ആണെങ്കിൽ ഇതെന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും എക്സസ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യപ്പെടും പിന്നെ ഇവിടെയാണ് എന്ത് വരുന്നത് ലോങ് ക്യൂസ് ഒക്കെ ഇവിടെയാണ് വരുന്നത് ലോങ് ക്യൂസ് ഒക്കെ ഇവിടെയല്ലേ വരുന്നത് ലോങ് ക്യൂ വരും അതേപോലെ ഇവിടെ വരുന്നതാണ് എന്ത് ബ്ലാക്ക് മാർക്കറ്റിംഗ് അല്ലേ ബ്ലാക്ക് മാർക്കറ്റിംഗ് വരും അതേപോലെ ഇവിടെ വരുന്നതാണ് എന്ത് ബഫർ സ്റ്റോക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇമ്പാക്റ്റ് ചോദിക്കാറുണ്ട് കേട്ടോ ഇമ്പാക്റ്റ് ഓഫ് പ്രൈസ് സീലിംഗ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് പ്രൈസ് ഫ്ലോർ ഇതാണ് ഇമ്പാക്റ്റ് ഓഫ് പ്രൈസ് സീലിംഗ് ആൻഡ് ദിസ് ഇസ് ഇമ്പാക്റ്റ് ഓഫ് പ്രൈസ് ഫ്ലോർ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ മാർക്കറ്റ് ഈക്വിലിബ്രിയം അതിൽ നിങ്ങൾ ആ പ്രോബ്ലം പഠിക്കുക പിന്നെ ഈ പ്രൈസ് സീലിംഗ് പ്രൈസ് ഫ്ലോർ വിത്ത് ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ ദാറ്റ്സ് ഓൾ